താളനിബദ്ധമായി ആടിത്തിമിർത്ത് തേടിയെത്തുന്ന ഭക്തർക്ക് അനുഗ്രഹവർഷം ചുരിയുന്ന കുണ്ടോറ ചാമുണ്ഡി ദാരികാന്തകയായ ശ്രീ ഭദ്രകാളി തന്നെയെന്ന വിശ്വാസം. നിഗ്രഹാനന്തരം ദേഹശുദ്ധി വരുത്താൻ കാവേരി തീർത്ഥത്തിലണിഞ്ഞ ശ്രീ ഭദ്രകാളി തീർത്ഥാടകരായ കുണ്ടോറ തന്ത്രിക്കും എട്ടില്ലം തന്ത്രിക്കും നിത്യകർമ്മ പൂജാതി കർമ്മങ്ങളിൽ തപ്പും പിഴയും വരുത്തി കാളിയുടെ വേലയാണിതെന്ന് തിരിച്ചറിഞ്ഞ കുണ്ടോറ തന്ത്രി ആ ദേവതയെ ചെമ്പുകിടാരത്തിൽ ആവാഹിച്ചടച്ച് ആ പാത്രവുമായി യാത്രയായി. യാത്രാമധ്യേ ഒരു വൃക്ഷച്ചുവട്ടിൽ തന്ത്രിമാർ വിശ്രമിക്കവേ ചെമ്പുകിടാരം പിളർന്ന് പുറത്തു വന്ന കാളി കുമ്പഴക്കോവിലകത്തെ 104 കന്നുകാലികളെ ഒരു രാത്രി കൊണ്ട് ഭക്ഷിച്ചുവത്രേ. ചാമുണ്ഡിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ നാടുവാഴി തന്റെ കന്നുകാലികളെ മുന്നേ പോലെ നിലനിർത്തി തന്നാൽ കുണ്ടോറപ്പന്റെ വലതുഭാഗത്ത് സ്ഥാനം നൽകി പരിപാലിക്കാമെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഫലിക്കുകയും ചാമുണ്ഡിക്ക് കുണ്ടോറയിൽ സ്ഥാനം ലഭിക്കുകയും ചെയ്താൽ ചാമുണ്ഡി കുണ്ടോറ ചാമുണ്ഡിയായി. കുറച്ചു കാലത്തിനു ശേഷം അവിടുന്ന് യാത്ര തിരിച്ച ദേവിക്ക് പെരുവഴിക്ക് നിൽക്കുന്ന കീഴൂര് ശാസ്താവ് തൃക്കാൽ തെറ്റി വഴക്കം കൊടുത്തില്ല. ഒരു വ്യാഴവട്ടക്കാലം ഒറ്റക്കാലിൽ നിന്ന് തപം ചെയ്തിട്ടും ഫലമില്ലഞ്ഞപ്പോൾ കോപാകുലയായ ചാമുണ്ഡി നാട്ടിൽ അനർത്ഥങ്ങൾ വിധിച്ചു. ശാസ്താവിനെ പൂജിച്ച തന്ത്രിയെപ്പോലും ചാമുണ്ഡി ഭക്ഷിച്ചു. ചാമുണ്ഡിയുടെ ശക്തി പരീക്ഷിക്കാൻ അടയാളം കാട്ടാൻ ചെന്നു ശാസ്താവ്. ചാമുണ്ഡിയാകട്ടെ കാഞ്ഞിരോട് പെരുമ്പുഴ ആയമണൽ 16 മുള്ളയുള്ള കമ്പ വിരിച്ച് തിരുമുമ്പിൽ കൊണ്ടുവച്ചു. ഈ അത്ഭുത കൃത്യം കണ്ട് ശാസ്താവ് തൃക്കാൽ തെറ്റിച്ച് വഴക്കം നൽകിയത്രേ. കുണ്ടോറ ചാമുണ്ഡി തുളുനാട് വിട്ട് മലനാട്ടിലേക്ക് യാത്രയായി എന്നും ഐതിഹ്യം.